ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ലൊരു രാവിലെ ആയിരുന്നു. എല്ലാവർക്കും നല്ല രാവിലെ ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ചതല്ല. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു മൂഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സമയം ഏകദേശം ഒരു 8 മണി 9 മണി ആ ഒരു ലെവൽ പ്രതീക്ഷിക്കും. എന്നാൽ സമയം ഒരു 6:45 7 മണി ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നല്ല രീതിക്ക് വെളിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് വരും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. കുറച്ച് മടി, എല്ലാ ദിവസത്തെയും മടി ഇന്ന് ഉണ്ടായിരുന്നില്ല. അതാണ് ആ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ തത്ത ഉണ്ടായിരുന്നു എണീറ്റിരിക്കുന്നത്. തത്ത വെളുപ്പാങ്കാലത്ത് എണീറ്റിരിക്കും. അങ്ങനെ ഞാനും തത്തയും കൊണ്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് തത്ത ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചായയൊക്കെ എടുത്ത് കുറച്ച് നേരം പുറത്തേക്ക് നോക്കി ചായയൊക്കെ ഇരുന്ന് ആസ്വദിച്ച്. അപ്പോൾ പപ്പീനെ വന്ന് നോക്കിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ എടുക്കില്ല കേട്ടോ. അപ്പോൾ ഞാനും വാങ്ങി കാർമസീൻ്റെ അണ്ടർ ആം സ്പ്രേ. സോ അത് ഞങ്ങളെല്ലാവരും കാണിച്ചു തന്നെ. അതിൻ്റെ ഇടയ്ക്ക് തേച്ചത് വായിലും പോയി. അങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോഴാണ് നമ്മൾ പുറത്തുനിന്ന് തത്തേൻ്റെ കരച്ചിലിങ്ങനെ കേൾക്കുന്നത്. പക്ഷെ ഞാൻ അധികം അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തത്തേൻ്റെ അടുത്ത്, എൻ്റെ റൂമിലെ തത്തയാണ് എന്നോട് പറഞ്ഞത്, എടി പുറത്ത് തത്തയുണ്ട്, നീ നോക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടത്, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടത് ടാങ്കിൻ്റെ മുകളിലൊരു തത്ത ഇരിക്കുന്നു. അത് പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനെ അന്വേഷിച്ച് വന്നതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. ഇതും വന്നിരിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി പറയണേക്ക് കൊച്ചിൻ ട്രാപ്പറി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവളുടെ ഇരുത്തം കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങോട്ടങ്ങ് വീണു പോകുന്ന പോലെ. പിന്നെ എന്നെ എത്രത്തോളം ശല്യപ്പെടുത്താം എന്നതാണ് അവളുടെ ഒരു ഉദാഹരണം. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനേക്കാൾ ഒരു ഉമ്മ വെച്ച് തന്നിട്ടുണ്ട്. സോ ഞങ്ങൾ ഉരുളിയിലിടാൻ വേണ്ടി തെച്ച് പറിക്കാൻ വേണ്ടി ഗാർഡനിലേക്ക് പോയിരിക്കുകയാണ്. ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. അപ്പോൾ തെച്ചിൻ്റെ ഞാനാണെങ്കിൽ ഒരു 2-3 വെറൈറ്റീസൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ കുറേ വെറൈറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പാത്രം ഒന്നും എടുക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു വാഴേൻ്റെ ഇലയിൽ പൊഞ്ഞെടുത്തു. ഇവിടെ 2 അമ്പലമുണ്ട്, ഒന്ന് ശിവൻ്റെയും ഒന്ന് ഗണപതിൻ്റെയും. ഇവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ വിളക്ക് എത്തിക്കും. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളക്ക് എത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങും. അതാണ് ഒരു ദിവസം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.